ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ സ്വാദിഷ്ടമായ ചക്ക അട വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ചക്ക അട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 25 ചക്കച്ചുള കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഈ ചക്കച്ചുള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഇത് നമുക്ക് അരച്ചെടുക്കാം. ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചക്ക അട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 250 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല മധുരമുള്ള ചക്കയായതിനാൽ 250 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മധുരം അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ശർക്കരയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഒരു അരിപ്പ് വെച്ച് ശർക്കര നമുക്ക് അരിച്ചൊഴിക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം, ഇടിയപ്പം, പത്തിരി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ചക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്ക അരച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചൂടോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഒന്നിച്ചൊഴിക്കാതെ കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനിയും ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു വാഴയില എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മാവ് കോരി വെച്ചതിന് ശേഷം ഇല ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇലയുടെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇല മടക്കി വെച്ച് കൈകൊണ്ട് പരത്തിയെടുക്കുക. ബാക്കിയുള്ള മാവും ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മടക്കി പരത്തിയെടുക്കാം. ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് നേരത്തെ നമ്മൾ പരത്തി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇഡ്ഡലി കുക്കറിൽ വേവിച്ചെടുത്ത ചക്ക അട നമുക്ക് തുറന്ന് നോക്കാം. ചക്ക അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ചക്ക അട ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ ചക്ക അട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത്. ഇനി ചക്ക കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.